ഐതിഹാസികമായ ഒരു സംഭവത്തിന് സാക്ഷിയാകാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ബഹുമാനപ്പെട്ട ശൈഖുന എ.പി. ഉസ്താദ് അവറുകൾ ഉസ്താദിന്റെ ഖാളി ബൈഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മഹത്തായ ചടങ്ങിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതിന്റെ മുന്നോടിയായി മാസങ്ങൾക്ക് മുമ്പ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ ആശാകേന്ദ്രവും അത്താണിയുമായിരുന്ന ബഹുമാനപ്പെട്ട ഖുറത്തുസ് സാദാത്ത് ഫളൽ കോയമ്മ തങ്ങൾ അവറുകളുടെ ഒരു അനുസ്മരണ പരിപാടിയും കൂടി ഇവിടെ നടക്കുകയാണ്. സുദീർഘമായി സംസാരിക്കാനുള്ള ഉദ്ദേശത്തിൽ എണീച്ച് നിന്നതല്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ നേതാക്കൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വേദിയിൽ എത്തുന്നതാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയും റഈസുൽ ഉലമ ഈ സുലൈമാൻ ഉസ്താദ് അവറുകളും അങ്ങനെ തുടങ്ങിയുള്ള നമ്മുടെ പ്രഗൽഭരായ നേതൃത്വം, നമ്മുടെ ആലിമീങ്ങൾ ഇന്നലെ തന്നെ ഇവിടെ വന്ന് പരിസരത്തുള്ള വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഈ വേദിയിലേക്ക് എത്തുന്നതാണ്. മഹാനായ ഖുറത്തുസ് സാദാത്ത് ഫളൽ കോയമ്മ തങ്ങൾ അവറുകൾ നമ്മുടെ ഏറ്റവും വലിയ നേതൃത്വവും നമ്മുടെ അഭയകേന്ദ്രവുമായിരുന്ന താജുൽ ഉലമയുടെ സുപുത്രൻ നമ്മുടെ മഹല്ലുകളിലേക്ക് വർഷങ്ങളോളം നേതൃത്വം നൽകുകയും പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളിലും ആദർശങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലാത്ത വിധത്തിൽ വളരെ കർശനമായ നിലപാടോടുകൂടി നമുക്കെല്ലാവർക്കും വലിയൊരു മാതൃക കാണിച്ചു തന്ന വലിയൊരു മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. മഹാനായ തങ്ങളവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അനുസ്മരണ പരിപാടികളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മഹാന്മാരുടെ ജീവിതത്തിൽ അവർ കാണിച്ച ആ സുന്ദരമായ മാതൃകാപരമായ ജീവിതം കണ്ടുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിലും പകർത്തുക എന്നതാണ് അനുസ്മരണ പരിപാടികളെ കൊണ്ടുള്ള ലക്ഷ്യം. മഹാനായ ഖുറത്തുസ് സാദാത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം അദ്ദേഹത്തിന്റെ തഖ്വയായിരുന്നു. അദ്ദേഹത്തിന്റെ ഇസ്തിഖാമത്തോടുകൂടിയുള്ള ജീവിതമായിരുന്നു. നമുക്കറിയാം മഹാനായ തങ്ങൾ അവറുകൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ, ആ നിയമങ്ങളെ കർശനമായി പാലിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലാത്ത വിധത്തിൽ വളരെ കർശനമായ ഒരു നിലപാടുള്ള വ്യക്തിത്വമായിരുന്നു. പരിശുദ്ധമായ റമദാനിൽ 25-ലധികം ഖത്മുൽ
ഖുർആൻ നടത്തുകയും മാത്രമല്ല തന്റെ ജീവിതത്തിന്റെ മിക്കവാറും സമയങ്ങളും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ രണ്ട് മൂന്ന് ബണ്ടികൾ അവിടുന്ന് മാറ്റി താമസിപ്പിക്കാൻ വേണ്ടി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒന്ന് KA 19A EO 181, മറ്റൊന്ന് DL 14CF 5943, മറ്റൊന്ന് KA 19P 8032. ഇത് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു. ആ വണ്ടിയുടെ ഉടമകൾ എത്രയും പെട്ടെന്ന് ആ വണ്ടി മാറ്റണമെന്ന് അറിയിക്കുന്നു. മഹാനായ തങ്ങളവറുകൾ തന്റെ ജീവിതത്തിന്റെ മിക്കവാറും സമയങ്ങളും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ചെലവഴിക്കാൻ സമയം കണ്ടെത്തുകയായിരുന്നു. കേവലം വീട്ടിലിരിക്കുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ റൂമിലിരിക്കുമ്പോൾ മാത്രമല്ല, തങ്ങളവറുകൾ യാത്ര ചെയ്യുമ്പോഴും വണ്ടികളിൽ, കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തങ്ങളവറുകൾ ഖുർആൻ ഓതുന്നത് തങ്ങളുടെ ഒരു ശീലമായിരുന്നു. അങ്ങനെ യാത്രകളിലും ഹളറിലും സഫറിലും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. തങ്ങളവരുടെ പ്രസംഗങ്ങൾ നിങ്ങൾക്കറിയാം. ഏത് മജ്‌ലിസിൽ പോയാലും തങ്ങളുടെ ഉപദേശം മരണത്തെ സംബന്ധിച്ചും അതിന്റെ ശേഷമുള്ള ഖബറിലെ ജീവിതത്തെ സംബന്ധിച്ചും ആഖിറത്തിനെ സംബന്ധിച്ചുമുള്ള ഉപദേശങ്ങളായിരുന്നു തങ്ങളവറുകൾ നമുക്ക് നൽകിയിരുന്നത്. ഇങ്ങനെ പാരത്രികമായ ചിന്തയിൽ മാത്രം മുഴുകുകയും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വലിയ തഖ്വയോടുകൂടി ജീവിച്ച ഒരു മഹാനാണ് സയ്യിദുന ഖുറത്തു സാദാത്ത് ഫളൽ കോയമ തങ്ങളവറുകൾ. അതുപോലെ മഹാൻ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം തങ്ങളവരുടെ വിനയമായിരുന്നു, തവാളു. നിരവധി മഹല്ലുകളുടെ ഖാളിയായിട്ടുണ്ടെങ്കിൽ പോലും ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി തങ്ങളെ ബന്ധപ്പെടുന്നുണ്ടെങ്കിലും ആ വിഷയത്തിൽ ഒരു അഹങ്കാരമോ കിബ്റോ ഒന്നുമില്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ ചെറിയവനൊന്നുമില്ലാതെ വലിയവനൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരോടും ഒരുപോലെ നിലക്ക് വളരെ വിനയത്തോടുകൂടി പെരുമാറുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. ഒരു ജാടയുമില്ലായിരുന്നു അവിടുത്തെ ജീവിതത്തിന്. അഹങ്കാരമില്ലാത്ത വളരെ മൃദുവായ മനസ്സിന്റെ ഉടമ. എല്ലാവരോടും സ്നേഹം കാണിക്കുകയും ഏത് പാവപ്പെട്ടവനും നേരിട്ടുകൊണ്ട് വിളിച്ച് സംസാരിക്കാൻ ഒരു അവസരമുണ്ടായിരുന്നു തങ്ങളവറുകളോട്. ഒരു മധ്യവർത്തിയുടെ ആവശ്യമില്ല, ഒരു ഇടയാളന്റെ ആവശ്യമില്ല. ഏത് ചെറിയവനിക്കും നേരിട്ട് തങ്ങളെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് സംസാരിക്കാം. മണിക്കൂറുകളോളം സംസാരിച്ചാലും തങ്ങൾ സംസാരിക്കും. അത്രമാത്രം വിനയത്തിന്റെ ഉടമയാണ്. അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച, ജീവിതത്തിൽ കാണിച്ച ഒരു സ്വഭാവമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലായി അദ്ദേഹത്തിന്റെ കൈ അവിടെ നിന്ന് എടുക്കൂല. അദ്ദേഹം തന്നെ പോകണമെന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒഴിച്ച് മാറ്റുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. അത്രമാത്രം ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നല്ലോ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഒരു സ്വഭാവം മഹാനായ ഖുറത്തു സാദാത്ത് നമുക്ക് ജീവിതത്തിൽ കാണിച്ചു തന്നു. ഏത് പാവപ്പെട്ടവനോടും പാവപ്പെട്ടവനിക്കും
എത്ര ചെറിയവർക്കും തങ്ങളവരോട് നേരിട്ട് സമ്പർക്കിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുമായിരുന്നു. ഞാന് ഓർത്തു പോവുകയാണ്, ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച ദിവസം തൊക്കോട്ടു താജുൽ ഉലമ പള്ളിയിലേക്ക് ഒരു വയലിന് പോയപ്പോ അന്ന് ഖുതുബക്ക് വന്നിരുന്നത് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് തങ്ങളവറുകളാണ്. സാധാരണ ഖതീബുമാര് വെള്ളിയാഴ്ച ഖുതുബക്ക് കയറുമ്പോ നല്ല ഇസ്ത്രി ഇട്ട് നല്ല ഒരു കമീസാണല്ലോ സാധാരണ കയറാറുള്ളത്. പക്ഷേ തങ്ങളവറുകൾ സാധാരണ ഒരു ഡ്രസ് ഇട്ട് വന്നു. ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവറിൽ അവിടുത്തെ കമീസ് ഇങ്ങനെ പൊതിഞ്ഞ്, ആ കമീസിനെ പൊതിഞ്ഞ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഖുതുബിന്റെ സമയമാകുമ്പോ ആ തേക്കാത്ത ഇസ്ത്രിടാത്ത ചുളിഞ്ഞ ആ കമീസും ധരിച്ചുകൊണ്ടാണ് തങ്ങളവറുകൾ മിമ്പറിൽ കയറിയത്. ഇത്രമാത്രം ഒരു ലളിതമായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളവറുകൾ. മൂന്നാമത്തെ ഒരു കാര്യം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, എടുത്തു പറയാൻ പറ്റിയ മറ്റൊരു കാര്യം തങ്ങളവരുടെ ഹിമ്മത്താണ്. തങ്ങളവരുടെ ഹിമ്മത്ത് വലിയ മനക്കരുത്തിന്റെ ഉടമയാണ്, വലിയ ധീരതയുടെ ഉടമയാണ്. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ നടപ്പിൽ വരുത്തുന്നതിലും അതുപോലെ പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടി തങ്ങളവറുകൾ എടുത്ത തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലാത്ത വിധത്തിൽ, ആര് പറഞ്ഞാലും അതിന് പിന്നെ മാറ്റം വരാത്ത വിധത്തിൽ തന്റെ തീരുമാനം നടപ്പിൽ വരുത്തുന്ന ഒരു ധീരത മഹാനായ തങ്ങളവറുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, എട്ടിക്കുളം പള്ളിയിൽ വെച്ചുകൊണ്ട് ജുമാ നിസ്കാരത്തിന് ചിലർ തടസ്സമുണ്ടാക്കിയപ്പോ നമ്മളെ പോലെയുള്ള ആളുകളായിരുന്നുവെങ്കിൽ എപ്പോഴും അവിടുന്ന് പേടിച്ചു ഓടുമായിരുന്നു. പക്ഷേ തങ്ങളവറുകൾ ധൈര്യത്തോടെ ധീരതയോടെ നിന്ന്, ആര് വന്നാലും ഞാൻ ഷഹീദായാലും പോലും ഇവിടുന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്ന വിധത്തിൽ ആ ചെങ്കൂറ്റത്തോടുകൂടി മഹാനായ തങ്ങളവറുകൾ ഈ സമുദായത്തിന് ഒരു ഹിമ്മത്ത് കാണിച്ചു തന്നു. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിലെ ആ ഒരു ഹിമ്മത്ത് താജുൽ ഉലമ നമുക്കറിയാം. 89-ൽ സമസ്തയെ പുനഃസംഘടിപ്പിച്ചപ്പോ തങ്ങളവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, താജുൽ ഉലമ നമുക്ക് കേൾപ്പിച്ച ഒരു വാക്കുണ്ട്, വലൗ വഹദി, എന്റെ കൂടെ ഒരു മനുഷ്യനില്ലെങ്കിൽ പോലും, ഞാൻ ഒറ്റക്കാണെങ്കിൽ പോലും ഈ ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടുമെന്ന് ഈ സമുദായത്തിന്റെ മുന്നിൽ ഉറക്കെ പ്രഖ്യാപിച്ച ഒരു നേതൃത്വമാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവറുകൾ. ആ ധീരതയും ഹിമ്മത്തും കാണിച്ചു തന്ന, പ്രവർത്തനത്തിലൂടെ കാണിച്ചു തന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് തങ്ങളവറുകൾ. ഹിമ്മത്തുർ റിജാലി തഹ്ദിമുൽ ജിബാൽ എന്നൊരു അറബിയിൽ ഒരു ചൊല്ലുണ്ട്. മനുഷ്യന്മാരുടെ ഹിമ്മത്ത്, ആ മനക്കരുത്ത് കൊണ്ട് പർവ്വതങ്ങളെ പോലും തരിപ്പണമാക്കാൻ കഴിയും എന്ന്. ആ നിലക്ക് നമുക്ക് വലിയ മാതൃകയാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കാണിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ദഅവാ പ്രവർത്തനങ്ങളിലും അല്ലാഹു നമുക്ക് അതുപോലെയുള്ള ഹിമ്മത്ത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ തങ്ങളവരുടെ ജീവിതത്തിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. തങ്ങളവറുകൾ നമുക്കറിയാം, അവിടുത്തെ ജീവിതത്തിൽ എടുത്തു പറയാൻ പറ്റിയ മറ്റൊരു കാര്യം തങ്ങളുടെ സുഹുദാണ്. തങ്ങളുടെ ഒരു സുഹുദാണ്. ഭൗതികമായ ഓരോ ആഗ്രഹങ്ങളോ ഭൗതികമായ നേട്ടങ്ങളോ സാമ്പത്തികമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കണമെന്ന് തങ്ങളവറുകൾ ആഗ്രഹിച്ചില്ല. അങ്ങനെ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തങ്ങളവറുകൾ കോടികൾ സമ്പാദിക്കാമായിരുന്നു. അത്രമാത്രം അനുയായികളും സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗം തങ്ങളെ പിന്നിലുണ്ടായിട്ട് പോലും സാമ്പത്തികമായൊരു നേട്ടം ആഗ്രഹിക്കാതെ ഒരു ലളിതമായ ജീവിതം നമുക്ക് കാണിച്ചു തന്നു. ഇങ്ങനെ സുഹൂദും തവാളുവും ഹിമ്മത്തും തഖ്വയും, ഇങ്ങനെ 4 വളരെ സുപ്രധാനമായ കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് കാണിച്ച് മാതൃകയാക്കി കാണിച്ചു തന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ വലിയൊരു മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് തങ്ങളവറുകൾ. മാത്രമല്ല, നമുക്കറിയാം തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേണ്ടി, രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ,
കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ, വീടില്ലാത്തവർ, ഇങ്ങനെ തീരാത്ത പ്രശ്നങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന എത്രയോ ആളുകൾക്ക് മുസ്ലിം എന്ന് വ്യത്യാസം, മുസ്ലിമോ ഹിന്ദു എന്ന് വ്യത്യാസമില്ലാത്ത വിധത്തിൽ ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. ആയിരക്കണക്കിൽ ആളുകൾക്ക് അവരുടേതായ അനുഭവങ്ങൾ പറയാനുണ്ട്. എത്രയോ ആളുകൾക്ക് തങ്ങളെ കൊണ്ട് പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ആര് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാലും ചൂഷണം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നട്ടം തിരിക്കുകയോ ഒന്നുമില്ലാത്ത വിധത്തിൽ ഒരു 41-40 യാസീൻ ഓതാൻ വേണ്ടി പറയും ബദരീങ്ങളുടെ പേരിൽ. ആര് പോയാലും ആ യാസീൻ ഓത് തീരുമ്പോഴേക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഇങ്ങനെ വളരെ സിമ്പിളായിക്കൊണ്ട് ജനങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുത്തു. എത്രയോ ആളുകൾക്ക് അവരുടേതായ അനുഭവങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ട്. എന്നേക്കാളേറെ അനുഭവങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകും. ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ സാന്ദർഭികമായ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം അനുഭവങ്ങൾ പറയുമ്പോ അല്ലെങ്കിൽ മറ്റാരോട് പറയുമ്പോ നാം വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അടിസ്ഥാനങ്ങളില്ലാത്ത, ഉറപ്പില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും പറയരുത്. അത് തങ്ങൾ മാത്രമല്ല, ആരുടെ പേരിലായാലും നമ്മൾ ഒരിക്കലും ഉറപ്പില്ലാത്ത സംഗതികൾ, 100% ഉറപ്പാവാത്ത വിഷയങ്ങൾ കേട്ടുകേൾവിയുടെ പേരിൽ ഒരാളെ സംബന്ധിച്ച് നമ്മൾ പറയാൻ പാടില്ല. അത് കറാമത്തായാലും ശരി, അല്ലാത്തതായാലും ശരി. ഇന്ന് ചില ആളുകൾക്കൊക്കെ ഈ കറാമത്തുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അത് എന്തോ ഒരു ട്രെൻഡാക്കി മാറ്റുന്ന ഒരു ദുസ്വഭാവം ചില ആളുകൾക്കുണ്ട്. മഹാന്മാരായ ഔലിയാക്കൾക്ക് കറാമത്തുകളുണ്ട്, സ്വാലിഹീങ്ങളായ മഹാന്മാർക്ക് കറാമത്തുകളുണ്ട്. പക്ഷേ ഈ കറാമത്തുകളൊന്നും പ്രദർശന വസ്തുവാക്കേണ്ടതല്ല. കറാമത്തുകൾ ഇങ്ങനെ അത് മറ്റുള്ള ആൾക്ക് കാണിച്ചു കൊടുക്കേണ്ട വസ്തുക്കളൊന്നുമല്ല. നമുക്കറിയാമല്ലോ, സ്വഹാബത്തിന്റെ കാലഘട്ടങ്ങളിൽ കറാമത്തുകൾ കുറവായിരുന്നു. കാരണം അവർ അധികവും അത് മറച്ചു വെക്കുന്നവരായിരുന്നു. പക്ഷെ ഇന്ന് പലരുടെയും പേരിൽ കെട്ടിച്ചമച്ചുകൊണ്ടുണ്ടാക്കുന്ന കറാമത്തുകൾ, അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ചില സംഭവങ്ങൾ പലരും ആലോചിക്കാതെ പറഞ്ഞു വിടുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പറയുമ്പോൾ അടിസ്ഥാനപരമായി പറയണം. തെളിവിന്റെ അടിസ്ഥാനത്തിൽ 100% ഉറപ്പുള്ള സംഗതികൾ മാത്രമേ പറയണം. അത് തന്നെ പറയുകയാണെങ്കിൽ പറയേണ്ടതാണോ, ഈ പറയേണ്ടതിനെ എങ്ങനെ പറയണം എന്ന് ആലോചിച്ച് നമ്മൾ പറയാൻ പാടുള്ളൂ. കിട്ടിയതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാനുള്ളതല്ല. മതപരമായ വിഷയങ്ങൾ, അതിൽ നാം വളരെ സൂക്ഷ്മതയും ജാഗ്രതയും പാലിക്കേണ്ടതുണ്ട്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങളെ വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, അറിവില്ലാത്ത, ഉറപ്പില്ലാത്ത ഒരു സംഗതിയും പറയാൻ പാടില്ല, അതിന്റെ പിന്നാലെ നടക്കാൻ പാടില്ല. ഇന്ന സമഅ, നിശ്ചയമായും നിങ്ങളെ കാത്, വൽ ബസറ, നിങ്ങളെ കണ്ണ്, വൽ ഫുആദ്, നിങ്ങളെ ഹൃദയം, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട്. പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരുടെ കറാമത്താണെങ്കിലും 100% ഉറപ്പില്ലാത്ത സംഗതികൾ പറയരുത്. പറയുകയാണെങ്കിൽ തന്നെ ഇത് പറയേണ്ടതാണോ, എങ്ങനെ പറയണമെന്ന് ആലോചിച്ചേ പറയാൻ പാടുള്ളൂ. കാരണം ആ അവസ്ഥയിലാണ് ഇന്ന് ലോകമുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നൂറ്റിക്കൊണ്ടു പോകുന്നില്ല. മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളവരുടെ അവിടെ നിന്ന് ഫലങ്ങളുണ്ടായ 100 കണക്കിലെ ആളുകൾ, അല്ല ആയിരക്കണക്കിലെ ആളുകൾ ഇന്ന് സമുദായത്തിലുണ്ട്. പക്ഷേ നാം വിഷമിക്കേണ്ടതില്ല. മഹാന്മാരായ ഔലിയാക്കൾ മരണപ്പെട്ടാലും അവർക്ക് മരണത്തിന്റെ ശേഷവും കറാമത്തുകൾ ഉണ്ട് എന്നാണ് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വലാ തൻഖതിഉൽ കറാമത്തു ബിമൗതിഹിം, ഔലിയാക്കളുടെ മരണം കൊണ്ട് കറാമത്ത് മുറിഞ്ഞു പോവുകയില്ലെന്ന്
മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്, മഹാന്മാരുടെ കറാമത്തുകൾ ഒരിക്കലും മുറിഞ്ഞു പോവില്ല, മരണത്തോടുകൂടി നിന്നു പോവുകയില്ല. മരണത്തിന്റെ ശേഷവും അവർക്ക് കറാമത്തുകളുണ്ട്. ജീവിത കാലഘട്ടത്തിൽ അവർക്കുണ്ടായതിനേക്കാൾ അധികം ശക്തിയാണ് മരണത്തിന്റെ ശേഷം ഉണ്ടാകുന്നത് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരിച്ചതിന്റെ ശേഷം ഇനി നമുക്കൊന്നും അവിടുന്ന് ഒരു ഫലം ഉണ്ടാവുകയില്ല. അവരുടെ ഖബറുകളിലേക്കോ ദർഗയിലേക്ക് പോയാൽ ഒരു നേട്ടം കിട്ടൂല എന്ന് ആലോചിക്കുകയോ ചിന്തിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ആവശ്യമില്ല. മഹാന്മാരുടെ അവരുടെ മരണത്തിന്റെ ശേഷം അവരുമായി ബന്ധപ്പെടുമ്പോൾ അവരെ ഖബറിന്റെ അരികിൽ പോയി നമ്മുടെ അവലാദികൾ അവരോട് പറയുമ്പോൾ അവരെ ഭാഗത്തിൽ നിന്ന് അതിനാവശ്യമായ പരിഹാരങ്ങൾ അള്ളാഹു നമുക്കുണ്ടാക്കി തരും. പക്ഷേ ഇതെല്ലാം റബ്ബായ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. എല്ലാം ചെയ്യുന്നത് അള്ളാഹുവാണ്. സാധാരണക്കാർ ചെയ്യുന്ന സാധാരണ പ്രവർത്തനങ്ങളും മഹാന്മാരായ അമ്പിയാക്കൾ അവർ ചെയ്യുന്ന മുഅ്ജിസത്തുകളും ഔലിയാക്കളുടെ കറാമത്തുകളും എല്ലാം അത് അള്ളാഹു നൽകുന്ന പവർ കൊണ്ടാണ്, അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ടാണ്. അല്ലാതെ ഒരു നബിക്കും സ്വന്തമായ ഒരു കഴിവുമില്ല, ഒരു വലിയനിക്കും സ്വന്തമായ ഒരു കഴിവില്ല, ഒരു എഞ്ചിനീയറിനും സ്വന്തമായിട്ട് ഒരു കഴിവില്ല, ഒരു ഡോക്ടറിനും സ്വന്തമായിട്ട് ഒരു കഴിവുമില്ല. ഒരു ഡോക്ടർ ചികിത്സിക്കുന്നത് റബ്ബ് നൽകിയ കഴിവ് കൊണ്ടാണ്, ഒരു എഞ്ചിനീയർ പ്രവർത്തിക്കുന്നത് പടച്ചവൻ നൽകിയ കഴിവ് കൊണ്ടാണ്. അതുപോലെ ഒരു വലിയ ആ വലിയുടെ വല്ലതും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് റബ്ബ് നൽകുന്ന കഴിവ് കൊണ്ടാണ്. ഒരു പ്രവാചകന്മാർ ഇവിടെ വല്ലതും ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അത് റബ്ബ് നൽകുന്ന കഴിവ് കൊണ്ടാണ്. അള്ളാഹുവിന്റെ കഴിവിൽ വിശ്വാസമുള്ളവരാണ് ഒരിക്കലും ഔലിയാക്കളുടെ കറാമത്തുകളെ പരിഹസിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യില്ല. നമുക്കറിയാം മഹാന്മാരായ ഔലിയാക്കളുടെ, അത് CM വലിയുള്ളാഹിയുടേതാണെങ്കിലും അജ്മീർ ഖാജയുടേതാണെങ്കിലും താജുൽ ഉലമയുടേതാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ആരുടേതാണെങ്കിലും ഒരു കറാമത്തുകൾ പറയുമ്പോ അതിനെ പരിഹസിച്ച് കളിയാക്കുന്നവർ, ചിരിക്കുന്ന ഒരു ഭാഗം ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ ഇടയിലുണ്ട്. കറാമത്തുകളെ നിഷേധിച്ചിരുന്നത് പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഅ്തസിലത്ത് എന്ന് പറയുന്ന ഒരു പഴച്ച വിഭാഗമാണ്. ആ മുഅ്തസിലത്തിന്റെ അതേ വാദം കടമെടുത്തുകൊണ്ട് ജീവിക്കുന്നവരാണ് ഇന്ന് നമ്മുടെ ഇടയിൽ ഈ കറാമത്തുകളെ പരിഹസിച്ച് നടക്കുന്നവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഔലിയാക്കളുടെ കറാമത്ത്, ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്നത് പരിശുദ്ധമായ ഇസ്ലാം ഖുർആനും ഹദീസും പഠിപ്പിച്ചതാണ്. അത് മരണത്തിന്റെ ശേഷം ഉണ്ടാകുമെന്നും മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, സൂറത്ത് യാസീൻ പഠിച്ചവരാൾക്കറിയാം മരണത്തിന്റെ ശേഷവും കറാമത്തുകൾ ഉണ്ട് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളവറുകൾ അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ, മരണത്തിന്റെ ശേഷവും ഈ സമുദായത്തിന് അത്താണിയാകുന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ സമുദായത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ വല്ലതും പോയി പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം അള്ളാഹുവിന്റെ മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങൾക്ക് അത് അള്ളാഹു നൽകുന്ന പവറുകളാണ്. അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ ഖുറത്തു സാദാത്തിന്റെ ഒരു അനുസ്മരണ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ തങ്ങളുടെ ദറജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. അതുപോലെ നമ്മുടെ മരണപ്പെട്ടു പോയ താജുൽ ഉലമ അടക്കമുള്ള നമ്മുടെ എല്ലാ നേതാക്കൾ, അതുപോലെ ഈ കർണാടകയിൽ നമുക്ക് എല്ലാവർക്കും വലിയ അത്താണിയായി ഏത് വിഷയങ്ങൾക്കും ധൈര്യത്തോടുകൂടി ബന്ധപ്പെടാൻ സാധിച്ചിരുന്ന ഈ കർണാടകയിൽ ഉണ്ടായിരുന്ന തുല്യതയില്ലാത്ത ഒരു പണ്ഡിതൻ, ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹ ബേക്കുൽ ഉസ്താദ് അവറുകൾ, അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവേ, അവിടുത്തെ ദർജനെ ഉയർത്തണേ അള്ളാഹ്. അതുപോലെ ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് അവറുകൾ, അള്ളാഹുവേ നീ ദർജ ഉയർത്തി കൊടുക്കണേ അള്ളാഹ്. ഇങ്ങനെ ധാരാളം ആലിമീങ്ങൾ നമ്മൾ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരുടെയും ദർജകൾ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നേതാക്കൾ ഈ സദസ്സിലേക്ക് അടുത്ത് തന്നെ എത്താനിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ നമുക്ക് ഖാദിയായി ലഭിച്ചത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്, ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമുക്കറിയാം ഈ പരിസരം മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളാണ്. മാത്രമല്ല 99.99% അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഈ പരിസരങ്ങളിലുള്ളത്.
മാത്രമല്ല 90% ബഹുമാനപ്പെട്ട താജുൽ ഉലമയും അതുപോലെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയും നേതൃത്വം അംഗീകരിക്കുന്ന ആളുകളാണ് ഈ പരിസരങ്ങളിൽ കൂടുതലുമുള്ളത്. നമുക്ക് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് ഖാളിയായി വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ നമ്മുടെ ഖാളിയായിരുന്നു. മഹാനവരുടെ ശേഷം കൂറത്തങ്ങളവലുകൾ നമുക്ക് ഖാളിയായി ലഭിച്ചു. രണ്ട് വലിയ മഹാന്മാർ. ഇപ്പോൾ അതിന്റെ ശേഷം ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത നിലക്ക് അറിയപ്പെട്ട ഇന്ത്യയിലെ ഏക പണ്ഡിതൻ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ. നമുക്കറിയാമല്ലോ, സുൽത്താനുൽ ഉലമയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരുള്ള ഏക പണ്ഡിതൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു മറുപടി, അത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയാണ്. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ അനാഥ മക്കളെ പോറ്റി വളർത്തിയ പണ്ഡിതൻ ആരാ എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു മറുപടി ഉള്ളത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പള്ളികൾ നിർമ്മിച്ച പണ്ഡിതനാരാണ് എന്ന് ചോദിച്ചാലും അതിന്റെ മറുപടി ഒന്നേ ഉള്ളൂ, അത് സുൽത്താനുൽ ഉലമയാണ്. മതപരമായും ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾ നൽകി ഈ പാവപ്പെട്ട സമുദായത്തിനെ ഉയർത്തുകയും ഇൽമിന്റെ മേഖലകളിലേക്ക്, വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയാണ്. ഈ സമുദായത്തില് ഒരു മുജദ്ദിദിനെ പോലെ പ്രവർത്തിക്കുകയും ഈ സമുദായത്തിന് വലിയ ഇസ്സത്തുണ്ടാക്കി തന്ന ഏക പണ്ഡിതൻ അത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയാണ്. പ്രായം വളരെ കൂടിയിട്ടുണ്ടെങ്കിലും ഇന്നും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കൊരു 25-30 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴേക്ക് നമുക്ക് ക്ഷീണം വരുന്നു. പക്ഷേ സുൽത്താനുൽ ഉലമ ആരോഗ്യം കുറവാണെങ്കിലും പ്രായം 85 ആയിട്ടുണ്ടെങ്കിലും ഇന്നും ഈ സമുദായത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവേ, നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഇനിയും ഒരുപാട് കാലം അവിടുത്തെ നേതൃത്വം അനുഭവിക്കാനും ആ മുഖം കാണാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സദസ്സിൽ പല സാദാത്യങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് സംസാരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മുടെ ഖാളി ബയ്യത്തിന്റെ സമയത്ത് നമ്മളെ സംഘാടകർ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഈ ഭാഗത്ത് മഹല്ലിൽ നിന്ന് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്ന പ്രതിനിധികൾ ഇരിക്കണം. ഇൻഷാ അല്ലാഹ് അതിന് നമ്മൾ ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. സ്റ്റേജിന്റെ മുകളിലേക്ക് കയറാതെ ഇവിടെ തന്നെ നിന്ന് ഇൻഷാ അല്ലാഹ് ഖാളി ബൈഅത്ത് ചെയ്യുക. ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഇതിലൂടെ അങ്ങോട്ട് പോവുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. മഹൽ പ്രതിനിധികൾ കൗണ്ടറുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.